हरि ओम। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। महर्षि हरि ओम. വീണ്ടും കബീർദാസ് ജി നമ്മളിലേക്ക് വരികയാണ്. ഒരുപാട് ദോഹ നമ്മൾ കേട്ടു, നമ്മൾ പഠിച്ചു. വീണ്ടും നമ്മൾ ദോഹ കേൾക്കുകയാണ്. നമ്മൾ പഠിക്കേണ്ടത് പഠിച്ചില്ല, അതുകൊണ്ട് വീണ്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വീണ്ടും കേൾക്കാം കബീർദാസ് ജിയുടെ ദോഹ. कर गुजरान गरीबी में साधु भाई, मगरूरी क्यों करता है, जोगी होकर जड़ा बढ़ावे, नंगा पैर क्यों क्यों फिरता है रे भाई, खट्टी बांधा सिर ऊपर कर ले, यू क्या मालिक मिलता, मुल्ला होकर बैंग पुकारे, क्या तेरा साही बहरे रे भाई, चीटी की पाव में नेवर बाजे, वो भी साहिब सुनता है, धरती आकाश गुफा के अंदर पुरुष एक वहां रहता है रे भाई, हाथ न पाव रूप नहीं रेखा नंगा होकर फिरता, जो तेरा खड में जो मेरा खड में सबका खड में एक है रे भाई, कहे कबीर सुनो भाई साधु, हर जैसे को तैसा. ശരിക്കും ഈ ദോഹയിൽ മൂർത്തികൾക്കപ്പുറമുള്ള അമൂർത്തമായ ഒരു യാത്രയെക്കുറിച്ചാണ് നമ്മുടെ കബീർദാസ് ജി നമ്മളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത്രമാത്രം ശ്രദ്ധയോടുകൂടി പഠിച്ചാലേ, ശ്രദ്ധയോടുകൂടി കേട്ടാലേ, ശ്രദ്ധയോടുകൂടി അനുഭവത്തിൽ കൊണ്ടുവന്നാലേ നമുക്കതിലേക്കുള്ള യാത്ര സാധ്യമാകും. തീർച്ചയായും അങ്ങനെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കര ഗുസ്രാൻ ഗരീബി മേം സാധു ഭായ്, മഗരൂരി ക്യോം കർത്താ ഹേ. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ലാളിത്യം, രണ്ട് ദാരിദ്ര്യം. നമ്മളോട് കബീർദാസ് ജി പറയുന്നത് ഇതിൽ ജീവിക്കൂ എന്നാണ്. ലാളിത്യത്തിലും ദാരിദ്ര്യത്തിലും നമ്മൾ ജീവിക്കണം എന്നാണ് കബീർദാസ് ജി നമ്മളോട് പറയുന്നത്. അത് ശരിക്കും ഏതൊരു മനുഷ്യൻ്റെതായാലും ഈ ലാളിത്യവും ദാരിദ്ര്യവും നമുക്കില്ലാത്തതാണ് നമ്മൾ അഹങ്കരിക്കുന്നതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ കബീർദാസ് ജി നമ്മളോട് ചോദിക്കുന്നത്, എന്തിന് നീ വെറുതെ അഹങ്കരിക്കുന്നു? നിനക്ക് ഈ രണ്ട് കാര്യത്തിൽ ജീവിച്ചുകൂടെ? അപ്പൊ സ്വാഭാവികമായും ഒരു സാധകന്റെ യാത്രയാണ്. ആ യാത്രയിൽ എന്താണ് ലാളിത്യം, എന്താണ് ദാരിദ്ര്യം? സാധാരണ ഒരു ഭക്തനെ നമ്മൾ ചിന്തിക്കുക. നമ്മൾ അസാധാരണക്കാരനാണെന്നല്ല പറയുന്നത്. സാധാരണ ഒരു ഭക്തൻ, അവനെപ്പോഴും ആത്മീയമായ ആഡംബരങ്ങൾ ഉണ്ടാകും, ഭൗതികമായ ആഡംബരങ്ങളും ഉണ്ടാകും. എത്ര വലിയ സ്വർണ്ണമാല ധരിക്കാമോ അത്രയും സ്വർണ്ണമാല ധരിച്ച് നമ്മൾ അമ്പലത്തിൽ പോകാൻ ശ്രമിക്കും. എത്രയും നല്ല ഷർട്ട് ഇട്ടുകൊണ്ട് പോകാമോ അത്രയും നല്ല ഷർട്ട് ഇട്ടുകൊണ്ട് പോകും. ഇപ്പം നമ്മൾ ഷർട്ട് ഊരാൻ തന്നെ പ്രയാസമായിട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഗ്ലാമറിനെ അത് ബാധിക്കും എന്ന ചിന്ത വരെ വന്നിട്ടുണ്ട്. ഇത് ആഡംബരമാണ്. എന്നാൽ നമ്മുടെ
ആത്മീയ യാത്ര എടുത്തു നോക്കിയാൽ എന്താണ് ഈ ആഡംബരങ്ങൾ? എന്തുകൊണ്ട് നമ്മൾ ദരിദ്രനാകുന്നില്ല? എന്താണ് ആഡംബരങ്ങൾ? പ്രശ്നമില്ലെങ്കിലും പ്രശ്നമുണ്ടെന്ന് നമ്മൾ പറയും. ശരിക്കും പ്രശ്നമാണ് പ്രശ്നം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഗുരുവചനം എന്താണോ അത് കേട്ട് ആ മഹാത്മാവ് നമ്മളോട് എന്താണോ പറയുന്നത് അനുസരിക്കുക എന്നൊരൊറ്റ കാര്യമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അതിന് ഗുരു ധ്യാനകഥ ഉണ്ടാക്കും, ആത്മഭാഷണം ചെയ്യും. അതൊന്നും നമ്മുടെ ശിരസിലോട്ട് കയറത്തില്ല എന്ന് നമ്മൾ ശാഠ്യം പിടിക്കുമ്പോൾ AI ഉപയോഗിച്ച് കൃഷ്ണനെ രാധയെ നമ്മുടെ മുന്നിൽ കൊണ്ട് നിർത്തിത്തരും. അതിലൊക്കെ എന്താണ് പറയുന്നത്? ഇത് തന്നെയാണ്, നീ ദരിദ്രനാകണം. എന്തിന്? ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ. എന്തൊക്കെ നമ്മൾ സ്വീകരിച്ചാലും ഇതൊന്നും നമ്മളല്ല സ്വീകരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഞാൻ ദരിദ്രനാണ് എന്ന ബോധം നമ്മളിൽ ഉറയ്ക്കണം. അതാണ് കബീർ സാഹിബ് പറയുന്നത്, നീ ദാരിദ്ര്യത്തിൽ ജീവിക്കൂ. എന്താണ് ലാളിത്യം? ജ്ഞാനാഹങ്കാരം ബാധിക്കാതിരിക്കുന്നതാണ് ലാളിത്യം. എന്താണ് ജ്ഞാനാഹങ്കാരം? ഞാൻ ഇന്ന ബുക്കുകൾ വായിച്ചിട്ടുണ്ട്, അതിലിതാണ് പറയുന്നത്, അല്ലേ? അങ്ങനെയല്ല നമ്മൾ പറയാറ്. ഞാൻ ഇന്ന ബുക്ക് വായിച്ചിട്ടുണ്ട്, അതിലിതാണ് പറയുന്നത്. എനിക്ക് ആ അറിവുണ്ട് എന്നല്ലേ നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം. നമ്മുടെ അറിവെന്താണ്? ശരിക്കുള്ള നമ്മുടെ അറിവെന്താണ്? നമ്മുടെ അറിവിതാണ്, ഇത്ര കാലം നീ ആ സുന്ദരമായ വസുന്ധരയിൽ പോയി ജീവിച്ചോ എന്ന് ഭഗവാൻ നമ്മളോട് പറഞ്ഞു. നമ്മൾ വന്നു, ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുമ്പോൾ നാം എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന ബോധം നമ്മളിലേക്ക് വന്നാൽ ജ്ഞാനാഹങ്കാരം അഹംബോധത്തിലേക്ക് വന്ന് ആ അഹംബോധം നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തും. ശരിക്കും ഞാൻ ആരാണ് എന്ന് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നമ്മളോട് കബീർദാസ് ജി പറയുന്നത്, നീ ലാളിത്യമുള്ളവനാകൂ, നീ ദരിദ്രനാകൂ, നീ അവിടെ ജീവിക്കൂ എന്നാണ് പറയുന്നത്. ജ്ഞാനം ഉണ്ടാക്കുന്ന അഹങ്കാരത്തിൽ നിന്ന് വഴിമാറി നിന്നുകൊണ്ട് കിട്ടുന്ന ജ്ഞാനത്തെയൊക്കെ മറ്റ് എവിടെ നിന്നോ എനിക്ക് കിട്ടാൻ ദയവുണ്ടായതാണ്, ആ ജ്ഞാനം ഞാൻ ശിരസാ വഹിക്കുന്നു, എങ്കിലും ഞാൻ ദരിദ്രനാണ് എന്ന പൂർണ്ണമായ മനസ്സിലാക്കലിലൂടെ ജീവിക്കണം. അല്ലാതെ ഇത് മനസ്സിലാക്കാതെ ജീവിക്കുന്നത് കൊണ്ട് എന്തിനാണ്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്നാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ ജീവിതത്തിലെ ആഡംബരങ്ങൾ, അനാവശ്യമായ ആഡംബരങ്ങൾ, അത് നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. കാരണം ആഡംബരമാണ് അഹങ്കാരത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെ ആഡംബരങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിലൊട്ടലില്ലാതെ പോകുമ്പോഴാണ് ശരിക്കും നമ്മൾ ദരിദ്രനും ലാളിത്യമുള്ളവനും ആകുന്നത്. അങ്ങനെ പോകാനാണ് കബീർദാസ് ജി നമ്മളോട് പറയുന്നത്. ഇത് ഒരു ഭക്തന്റെ അല്ലെങ്കിൽ ഒരു സാധാ ഭക്തന്റെ നിലയാണ്. എന്താണ്? പ്രത്യക്ഷമായി അവനിൽ കാണുന്ന ആഡംബരങ്ങൾ അവൻ ഒഴിവാക്കണം. എന്തിനാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ, ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ ആഡംബരമായി പോകുന്നത്? ഒരിക്കലും ഭഗവാനെ കാണിക്കാനല്ല, മൂർത്തിയെ കാണിക്കാനല്ല എന്ന് നമുക്ക് ഉറപ്പാണ്. നമ്മുടെ മനസ്സിന്റെ വ്യാപാരത്തിൽ വീണ്ടും നമ്മൾ കുടുങ്ങിപ്പോകുവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ ആഡംബരങ്ങൾ. അപ്പോൾ ഒരു സാധാ ഭക്തൻ പരമാവധി ആഡംബരങ്ങൾ ഒഴിവാക്കണം എന്ന് പറയും. ആഡംബരങ്ങളുടെ അടിസ്ഥാനം ധനമാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, രാമകൃഷ്ണ പരമഹംസർക്ക് പണം ഇരിക്കുന്നിടത്തേക്ക് അദ്ദേഹം കൈ നീട്ടിയാൽ അദ്ദേഹത്തിന്റെ വിരലുകൾ ഓട്ടോമാറ്റിക്കലി വളഞ്ഞു തിരിഞ്ഞു പോകുമെന്നാണ്. അപ്പൊ ധനം സമ്പാദിക്കുകയും ആഡംബരം കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് സമയത്തിന്റെ വേസ്റ്റ് ഓഫ് ടൈം ആണ് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ ജീവിതത്തിൽ നമുക്ക് അനുവദിച്ചു തന്ന സമയം അത് കൃത്യമായി ഉപയോഗിക്കുന്നതിലേക്ക് വരുമ്പോഴാണ് അവനൊരു സാധാ ഭക്തനായി നിലനിൽക്കാൻ കഴിയുന്നത്. അതുകൂടാതെ ഇതവന്റെ ഒന്നാം ഘട്ടമാണ്. പിന്നെയോ ജോഗി ഹോക്കർ ജഡ ബഡാവേ
നങ്ക പേർക്കും ഫിർത്ത ഹേരെ ഭായ്. രണ്ടാമത്തെ അവന്റെ അവസ്ഥ, ഭക്തനിൽ നിന്ന് അവൻ സാധകനിലേക്ക് വന്നാൽ, സാധകനിലേക്ക് വരുമ്പോൾ നമ്മളൊരു പുതിയ ലോകത്തേക്കാണ് നമ്മളെ പറിച്ചു നടുന്നത്, ഇല്ലേ? രണ്ട് കാര്യങ്ങളുണ്ട്. പുറം ലോകത്ത് പോയി ഞാനൊരു സാധകനാണെന്ന് പറയാൻ നമ്മൾ മടിക്കും. എന്നാൽ നമ്മുടെ വേഷഭൂഷാദികളിലൂടെ സാധകനാണെന്ന് അറിയാതെ അറിയിക്കാനും ശ്രമിക്കും. രണ്ടും നടക്കും. ഇവിടെ ഒരു സാധകനെ സംബന്ധിച്ച് അവൻ്റെ ഈ ആഡംബരങ്ങൾ, ഈ ലാളിത്യവൽക്കരണം അവൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ ഒരു തടസ്സമായി മാറാൻ പാടില്ല. എപ്പോഴാണ് നമ്മൾ ജഡാവൽക്കരം ധരിക്കുന്നത്? എപ്പോഴാണ് നമ്മൾ ചെരുപ്പില്ലാതെ നടക്കാൻ പഠിക്കുന്നത്, അല്ലെ നടക്കുന്നത്? ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നമ്മൾ ശരിക്കും ആഡംബരങ്ങളും ലാളിത്യവും ഒരിക്കലും ഒരു തടസ്സമാകാതിരിക്കണം. അങ്ങനെ തടസ്സമാകാതിരുന്നില്ലെങ്കിൽ അവൻ്റെ അഹംബുദ്ധി വളരും എന്നാണ് പറയുന്നത്. അപ്പൊ ലാളിത്യത്തെ ഉപേക്ഷിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള ദാസനെ പോലെ മുടി വളർത്തുക, ഇല്ലേ? എന്തിനാണ്? പുറത്തിറങ്ങുമ്പോൾ നമ്മൾ മറ്റാരോ ആണെന്ന് ധരിക്കണം, എന്നാൽ എനിക്ക് പറയാനും വയ്യ. പിന്നോ നഗ്നപാതനാകും, എനിക്ക് ചെരുപ്പിന്റെ ആവശ്യമില്ല, ചെരുപ്പിന്റെ ആവശ്യമില്ല, ഞാൻ അല്ലാതെ നടക്കാം. കാട്ടിക്കൂട്ടുക എന്നാണ് മലയാളത്തിൽ അതിന് പറയുന്നത്. നമ്മളൊരു ഭക്തനാണ്, ഒരു സാധകനാണ് എന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടി നമ്മൾ കാട്ടിക്കൂട്ടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളോട് കബീർദാസ് പറയുന്നത്, നീ ലാളിത്യവൽക്കരിക്കപ്പെടണം, നീ ദരിദ്രനായി മാറണം, നിന്നെ ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ആയി മാറണം. അങ്ങനെ ആയി മാറിയാലോ നമ്മുടെ മുൻപോട്ടുള്ള യാത്ര വളരെ സുഗമമാകും. അതുകൊണ്ട് അഹംബുദ്ധി വരാതെ, ലാളിത്യം ഷോയിൽ കാണിക്കാതെ, ദാരിദ്ര്യം ചമയ്ക്കാതെ യഥാർത്ഥ ദരിദ്രനായി ജ്ഞാനസമ്പാദനത്തിൽ ഏർപ്പെട്ട് നടക്കണം. ജഡാവൽക്കരണം ഉൾപ്പെടെയുള്ള എല്ലാം നമ്മൾ കാണിക്കുന്നതാണ് എങ്കിൽ അതൊരിക്കലും കാണിക്കരുത് എന്നുള്ളതാണ്. ശരിക്കും എന്തിനാണ് ജഡ വളരുന്നത്, അല്ലെങ്കിൽ നഗ്നപാതനായി ആഭരണങ്ങൾ ഉപേക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോലെ 3 ആഴ്ച കൂടുമ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി മുടി ഡ്രസ്സ് ചെയ്ത് ക്ലീനാക്കി നീട്ടിയിടുന്നതല്ല. ഭൗതികതയിലുള്ള ഒരു മനുഷ്യന്റെ താല്പര്യം ഇല്ലാതാകുമ്പോഴാണ് അവനിൽ ജഡയും എല്ലാം, ജഡാവൽക്കരണവും അതേപോലെ എല്ലാ വളർച്ചയും അവൻ അറിയാതെ അവനിൽ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആകുമ്പോഴാണ് അവനൊരു സന്യാസി പദത്തിലേക്ക് എത്തുന്നത്. വിരക്തി ഉണ്ടാകണം എന്നാണ്, അല്ലെങ്കിൽ ത്യാഗത്തെക്കുറിച്ച് ത്യജിക്കാനുള്ള കല പഠിക്കണം എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള രണ്ടാം ഘട്ടമായ ഈ ലാളിത്യവൽക്കരണവും ദാരിദ്ര്യവുമൊക്കെ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അഹംബോധം വളരുന്നതിൽ നിന്ന്, നമ്മളെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതിൽ നിന്ന് നമ്മളെ തടയാൻ അതിന് കഴിയും. അപ്പോ സംഭവിക്കുന്നത് സ്വാഭാവികമായി സംഭവിക്കാൻ നമ്മൾ അനുവദിക്കണം. അതാണ് കബീർദാസ് ഉദ്ദേശിക്കുന്നത്. ഘട്ടേ ബാന്ത സിർ ഊപ്പർ കർലെ യു ക്യാ മാലിക് മിൽത്ത. നമ്മളെപ്പോഴും പറയും, ഒരു ഗൃഹസ്ഥനാണെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത്? ഈ ഭാരം ചുമന്ന് ചുമന്ന് എനിക്കിനി വയ്യ, ഇല്ലേ? അതാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്ഷീണിച്ചു. കുടുംബക്കാരനായാൽ പിന്നെ പറയുകയും വേണ്ട. ഇതെല്ലാം താങ്ങി നടത്തുന്നത് നമ്മളാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നതല്ല. തലക്കനം, അപ്പോ തലക്കെട്ട്, അങ്ങനെ നമ്മുടെ തലയിൽ ഇരിക്കുന്നത് മുഴുവൻ കെട്ടുകളാണ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വള്ളിക്കെട്ടുകൾ എന്ന് പറയും, അല്ലെ? അങ്ങനെ വള്ളിക്കെട്ടാണെന്ന് പറയും. പറഞ്ഞാൽ ഒരിക്കലും അഴിക്കാൻ പറ്റില്ല,
അഴിച്ച വീണ്ടും മുറുകുന്ന കെട്ടുകൾ. ശരിക്കും ആരാണ് ഈ വള്ളിക്കെട്ടുകൾ ചുമക്കുന്നത്? നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ് വള്ളിക്കെട്ടുകൾ ചുമക്കുന്നത്. എന്താണോ വസ്തുത അതിനെ പഠിക്കാതെ, അതിനെ അറിയാതെ ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന ധാരണയിൽ ജീവിക്കുമ്പോഴാണ് നമ്മളൊരു ചുമട്ടുകാരനായി അധപ്പതിക്കുന്നത്. മറിച്ച് സംഭവിക്കേണ്ടത് സംഭവിക്കും. അതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. കുട്ടികളെ അവരുടെ ഫ്രീഡത്തിന് വിടണം, അവരിൽ റെസ്ട്രിക്ഷൻ ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? പണ്ടുള്ളവർ ഓരോ അവസ്ഥകൾ മനുഷ്യന് തീരുമാനിച്ചിരുന്നു. അവസാനത്തെ അവസ്ഥയുണ്ട് ഇന്നാരും ചെയ്യാത്തത്, വനവാസം. അപ്പൊ നമ്മൾ പറയും വനമില്ല. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും എന്താണ് വനവാസം? നമ്മുടെ കുട്ടികൾ വളർന്ന് നമ്മളോളം എത്തിയാൽ, കാര്യപ്രാപ്തരായി എന്ന് ബോധ്യപ്പെട്ടാൽ, മകനെ നീ ഇത് കൊണ്ട് നടക്കണം, ഇനി ഈ ഭാണ്ഡക്കെട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയതയുടെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്താനുള്ള നമ്മുടെ ശ്രമമാണ്. വീട് വിട്ടു പോവുക എന്നുള്ളതല്ല, നമ്മളായി ചമച്ചു വെച്ച ഗ്രഹത്തെ നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ട് ആത്മീയതയിൽ എത്തിക്കൊണ്ട് ആ നിത്യസത്യത്തെ അറിയാൻ നമ്മൾ ത്വരിതപ്പെടുത്തുന്ന യാത്രയാണ് ആ ആത്മീയ യാത്ര. ആ വനവാസമാണ്. വനവാസത്തിന് ശേഷമാണ് സന്യാസം. വനവാസം പോലും ചെയ്യാൻ നമ്മൾ തയ്യാറാകാത്തപ്പോഴാണ് അച്ഛനും അമ്മയും കുട്ടികൾക്കെന്നും ഒരു പ്രശ്നമായി മാറുന്നത്. അതുകൊണ്ട് ഘട്ടി ബന്ദ സിർ ഊപ്പർ ധർലെ യൂ ക്യാ മാലിക് മിൽത്ത. അങ്ങനെ ഈ കെട്ടുകളും ഈ ഭാണ്ഡങ്ങളുമൊക്കെ ചുമന്ന് നടക്കുകയാണ്. ഞാനാണ് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ നമുക്ക് എപ്പോഴെങ്കിലും ഈശ്വരനെ കിട്ടുമോ, ഭഗവാനെ കിട്ടുമോ? അതാണ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഭാണ്ഡക്കെട്ട് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജ്ഞാനത്തിന്റെ കെട്ടാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്. ഞാൻ അറിവുള്ളവനാണ്, ഞാൻ ഇത്ര പുസ്തകങ്ങൾ വായിക്കുന്നു, ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ ഇത് പഠിച്ചു, ഇങ്ങനെയുള്ള ഒരു വലിയ ജ്ഞാനത്തിന്റെ ഭാണ്ഡക്കെട്ടുമായാണ് നമ്മൾ പോകുന്നത്. ഇനി അതേപോലെ വേഷവിധാനങ്ങൾ കൊണ്ടോ ശാരീരിക പീഡനങ്ങൾ കൊണ്ടോ ഒരാൾക്ക് ഭഗവാനെ കാണാൻ കഴിയില്ല. എന്താണ് വേഷവിധാനങ്ങൾ പറഞ്ഞു, ഇനി ശാരീരിക പീഡയുണ്ട്. എന്താണ് ശാരീരിക പീഡ നമ്മൾ അനുഭവിക്കുന്നത്? ഭഗവാനെ കാണാൻ എന്ത് ശാരീരിക പീഡയാണ് അനുഭവിക്കുന്നത്? തിങ്കളാഴ്ചയാൽ സോമവ്രതം അല്ലേ? അങ്ങനെയല്ലേ? തിങ്കളാഴ്ചയാൽ സോമവ്രതം, ശനിയാഴ്ചയാൽ അയ്യപ്പന്റെ ഒരു വ്രതം, വ്യാഴാഴ്ചയാൽ വിഷ്ണുവായി അല്ലേ? ഉപവാസം, കഷ്ടിച്ചുച്ചയ്ക്ക് ഭക്ഷണം അല്ലേ? നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു, ആരാധനാലയത്തിൽ പോകുന്നു, ഉപവാസം നടത്തുന്നു. രാവിലെ ചെന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഉപവാസം തുടങ്ങി, ഉച്ചയ്ക്ക് ഊണായി, അത് കഴിച്ചു, വൈകിട്ട് പോരുന്നു. നാട്ടിലുള്ള സകല വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരായിരിക്കും, അല്ലെ ബോധവതികളായിരിക്കും. എന്തുകൊണ്ട്? കിട്ടുന്ന സമയം കൃത്യമായി നാട്ടിലെ ഈ വിവരങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു വെക്കും. രാമ 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 ഇടി അവിടുത്തെ അവിടെ എന്ത് ചെയ്യും? ഇതല്ലേ നമ്മൾ ചോദിക്കുന്നത്. ക്ഷേത്രത്തിൽ നമ്മൾ അങ്ങനെയാണ് ചോദിക്കുന്നത്. ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപാസനയുടെ ഏറ്റവും വലിയ തരം. ഒരു ക്ഷേത്രത്തിൽ പോയാൽ ആ ക്ഷേത്രത്തിൽ പാലിക്കേണ്ട സാമാന്യ ഇപ്പൊ നമ്മുടെ ക്ഷേത്രങ്ങൾ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ്? നാമജപം മാത്രമേ പാടുള്ളൂ. സഹികെട്ട് എഴുതി വെച്ച ബോർഡാണ് അല്ലേ? ഏത് ആരാധനാലയം ഈ ബോർഡാണ് പ്രധാനം. എന്തുകൊണ്ടാണ്? ഉപവാസം ശരീരത്തെ ക്ലേശിപ്പിക്കുന്നു. അല്ലെങ്കിൽ അതേപോലെയുള്ള എന്താ പറയാ, ക്ഷേത്ര പ്രദക്ഷിണം ഇങ്ങനെയല്ലേ? ഗുരുവായൂർ പോയാൽ പ്രദക്ഷിണം ചെയ്തേ പറ്റൂ. നമ്മൾ പ്രദക്ഷിണം ചെയ്യും, ഉരുളിച്ച് നടത്തും, അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ചെയ്തതിന് ശേഷവും നമ്മളോട് ഏതെങ്കിലും ഒരു ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ശരിക്കും നമ്മുടെ ശരീരത്തെ ദണ്ണിപ്പിച്ച് ഭഗവാനെ വിളിക്കണം ആരെങ്കിലും, ഏതെങ്കിലും ഒരു ഗുരുക്കന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടും നമ്മളത് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണോ ശരീരം എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിൽ എന്തോ ഒരു അപാകതയുണ്ടെന്നാണ്.
ഭഗവാന് നമ്മുടെ ശരീരത്തിന്റെ ക്ലേശം കണ്ടിട്ട് വേണം നമ്മളെ അനുഗ്രഹിക്കാൻ എന്ന ധാരണയാണ് നമ്മളെ നയിക്കുന്നത്. ശരിക്കും നമ്മൾ എന്താണ് വേണ്ടുന്നത്? എന്നും പറയുന്നത് പോലെ ശരീരത്തിന്റെ സ്പാൻ നിർണയിക്കപ്പെട്ടതാണ്. ഗുരു നമ്മൾ പണ്ടും പറഞ്ഞിട്ടുണ്ട്, സമയമില്ല സമയമില്ല, എനിക്ക് ജപിക്കാൻ സമയമില്ല എന്ന് പറയുന്നവൻ കക്കൂസിൽ പോയിരുന്നാൽ പോലും ജപിക്കണം. കാരണം ആ നിമിഷം പോലും നമുക്ക് തിരിച്ചു കിട്ടുന്നതല്ല. ഭഗവാനെ സ്മരിക്കണം, സ്മരണ ഉള്ളിൽ ഉണ്ടാകണം. നമ്മൾ ഇതേ കാരണങ്ങൾ പറഞ്ഞതെല്ലാം മാറ്റിവെക്കും, ഇല്ലേ? കുളിക്കണം, ജോലി ചെയ്യണം, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മളെ അലട്ടുന്നത്. നമുക്ക് ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ ചെയ്യാൻ പറ്റാത്തത്, ജപിക്കുകയോ കൃത്യമായി സാധന ചെയ്യുകയോ ചെയ്യാൻ നമുക്ക് കഴിയില്ല. ശരിക്കും നമ്മൾ എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് എന്ന് ചോദിച്ചാൽ, സാധകൻ അവന്റെ ശരീരത്തെ വിട്ട് അവന്റെ മനസ്സിൽ അല്ലെങ്കിൽ അവന്റെ ചിത്തത്തിൽ എന്താണോ ഉള്ളത് അതിനെ പ്രോജ്വലിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം. ഉപവാസങ്ങൾക്ക് ഭഗവാനെ കാണിക്കാൻ കഴിയില്ല, മറിച്ച് ഭഗവാനോടുള്ള ഉപാസന നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഭഗവാൻ ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് മഞ്ജുളയുടെ അടുത്തേക്ക് ഭഗവാൻ വരുന്നത്. എന്താണ് നമ്മൾ ഭഗവാനിൽ അർപ്പിതമായി ചെയ്യേണ്ടത് എന്ന് ഒരിക്കലും ശരീരക്ലേശം കൊണ്ട് നമുക്ക് ഒന്നും നേടാൻ കഴിയില്ല, മറിച്ച് നമ്മളിൽ അടിസ്ഥാനമായി വിചാരിക്കേണ്ടത് ചരാചരങ്ങളിൽ ഉൾക്കൊള്ളുന്ന നിത്യസത്യത്തെ അറിയണമെങ്കിൽ നമുക്കുള്ളിൽ എന്താണോ ഉള്ളത് അതിനെ നമ്മൾ, ആ ചൈതന്യത്തെ നമ്മൾ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് മനനം ചെയ്തുകൊണ്ട് നിരീക്ഷണം ചെയ്തുകൊണ്ട് ആ സത്യത്തിലേക്ക് നമ്മൾ യാത്ര തിരിക്കണം. मुल्ला होकर बांग पुकारे, क्या तेरा साहिब बेहा है भाई. ശരിക്കും നമ്മൾ ഉറക്കെ പ്രാർത്ഥിക്കാറുണ്ട്, ഇല്ലേ? നമ്മൾ ഉറക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഉറക്കെ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? ശബരിദാസ് ചോദിക്കുന്നതാണ്. പല മതങ്ങളിലും ഉറക്കെ നാട്ടുകാർക്ക് പോലും ശല്യമുണ്ടാകുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്, ഇല്ലേ? ഉത്സവകാലമായാൽ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല, പിറ്റേന്ന് SSLCയുടെ പരീക്ഷയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. അങ്ങനെ ഉറക്കെ വിളിച്ചാൽ ഭഗവാൻ വിളി കേൾക്കും. ഉപവാസമനുഷ്ഠിച്ചാൽ ഭഗവാൻ വിളി കേൾക്കും. ഉപവാസമനുഷ്ഠിച്ചാൽ ഭഗവാൻ വിളി കേൾക്കും, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. പക്ഷേ ആ ഉപവാസം എങ്ങനെ ആയിരിക്കണം? ആ നിത്യസത്യത്തിൽ സമർപ്പണം ചെയ്തുകൊണ്ട് വെറുതെ അല്ല. 8 മണിക്കൂറോളം നമ്മൾ അമ്പലത്തിൽ കഴിയുകയാണ്. ആ അമ്പലത്തിൽ വിശുദ്ധമായ അന്തരീക്ഷത്തിൽ ഈ 8 മണിക്കൂറിൽ എത്ര നിമിഷങ്ങൾ നമ്മൾ ഭഗവാനുമായി പ്രണയബദ്ധനാകുന്നു എന്നുള്ളതാണ് ചോദ്യം. അതേപോലെ പുറത്തെത്രമാത്രം ആഘോഷം നടത്തിയാൽ ആ ആഘോഷങ്ങളുടെ ഉള്ളിലുള്ള നിത്യസത്യത്തെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഉപവാസം കൊണ്ടും മറ്റുള്ള പ്രാർത്ഥനകൾ കൊണ്ടും ഫലമുണ്ടാകും എന്ന് തന്നെയാണ് കബീർദാസ് പറയുന്നത്. അതൊരു പ്രകടനമായി മാറരുത്. ചീട്ടി കെ പാവുമേ നേവർ ബജെ ഓബി സാഹിബ് സുൻതാഹ. എന്റെ ഭഗവാൻ എല്ലാം കേൾക്കും. ഒരു ചെറിയ ഉറുമ്പിന്റെ കാലിൽ കിടക്കുന്ന പാദസ്വരത്തിന്റെ ശബ്ദം പോലും കേൾക്കും. കേൾക്കുമോ? ഉറുമ്പ് ഒന്ന് സങ്കല്പിച്ചു നോക്കി. ഒരു ഉറുമ്പ്, അതിന്റെ കാല് നമ്മുടെ മനസ്സിലോട്ട് നിർത്തി, കാലോ ആ ശരീരഭാഗവും നമ്മൾ മനസ്സിൽ കാണാൻ കഴിയുമെങ്കിൽ കാണുക. അതിലിടുന്ന ഒരു കൊലുസ് അല്ലെങ്കിൽ നമ്മുടെ ചിലങ്കെന്നോ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഇനി ആ കൊലുസിന്റെ ശബ്ദം കേൾക്കുന്നവനാണ് എൻ്റെ ഭഗവാൻ.
നമ്മുടെ കൊട്ടിഘോഷങ്ങൾക്ക് എന്ത് വിലയാണ് പിന്നുള്ളത്? നമ്മൾ എന്തിനാണ് കൊട്ടിഘോഷിക്കുന്നത്? ഈ സമൂഹത്തോട്, വിശ്വാസമില്ലാത്ത ഒരു സമൂഹത്തോട് നമ്മൾ പറയാണ്, എൻ്റെ ഭഗവാൻ ബധിരനാണ്, എൻ്റെ ഭഗവാൻ ബധിരനാണ്, എൻ്റെ ഭഗവാന് ചെവി കേൾക്കില്ല എന്ന് ഉറപ്പിച്ച് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് അനാവശ്യമായ ഘോഷങ്ങളിലൂടെ. എൻ്റെ ഭഗവാന് ഒരു ചെറിയ ഉറുമ്പിന്റെ, അതിലും ചെറിയ ഒരു കാലിൽ കെട്ടിയിരിക്കുന്ന കൊലുസിന്റെ ശബ്ദം പോലും ശ്രവിക്കാൻ കഴിയുന്ന സർവവ്യാപിയായ ഭഗവാനാണ് എൻ്റെ ഭഗവാനെങ്കിൽ ബാക്കി കാണിച്ചു കൂട്ടലുകൾ ആർക്ക് കേൾക്കാൻ വേണ്ടിയാണ്? അതാണ് കബീർദാസ് നമ്മളോട് ചോദിക്കുന്നത്. അത്രമാത്രം സൂക്ഷ്മമാണ് ഭഗവാന്റെ ദർശനങ്ങൾ, ഭഗവാന്റെ കേൾവി. ആ സൂക്ഷ്മതയിലേക്ക് നമ്മൾ എത്താൻ എത്രമാത്രം നമ്മൾ ശ്രമിക്കുന്നു? പ്രകടനങ്ങളാണ് നമ്മൾ നടത്തുന്നതെല്ലാം, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. പ്രകടനങ്ങളാണ് മുഴുവൻ, അല്ലേ? നമ്മൾ 45 കിലോമീറ്റർ താണ്ടി സാക്ഷാൽ തത്വമസിയെ കാണാൻ പോകുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞു, കറുപ്പു അണിഞ്ഞ് തുളസി മാലയും ഇട്ട് ഇരുമുടിക്കെട്ടുമേന്തി നമ്മൾ പൊന്നമ്പലത്തെ ലക്ഷ്യമാക്കി പോകുമ്പോൾ, ആ 45 മണിക്കൂർ നമ്മൾ നടക്കുമ്പോൾ ഭഗവാന്റെ എത്ര നാമങ്ങളാണ് നമ്മൾ സ്മരിക്കുന്നത്? അതിലുപരി നമ്മൾ കാട്ടിലാണെങ്കിലും നാട്ടിലാണ് നമ്മൾ അന്നേരവും ജീവിക്കുന്നത്. നമ്മൾ പറയുന്നതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് മുഴുവൻ, അല്ലേ? പരിമല തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ റോഡിന്റെ ചൂടിനെ കുറിച്ചാണ് നമ്മൾ പരിതപിക്കുന്നതെങ്കിൽ സാക്ഷാൽ ഭഗവാനായ യേശു ക്രിസ്തു എന്തു വിചാരിക്കും നമ്മളെ കുറിച്ച്? ആ തീർത്ഥാടനം അവിടെ ചെല്ലുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, തത്വമസി, അല്ലേ? അത് എഴുതിയത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും നടന്നു പോകുന്നത്. വീണ്ടും അടുത്ത വർഷം നടക്കാൻ തയ്യാറായിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ മരീചിക മാറണം. തത്വമസി എന്നുള്ളത് സൂക്ഷ്മസ്വരൂപിയായ ഭഗവാന് എല്ലാം കേൾക്കാമെന്ന ധാരണ നമ്മളിൽ വന്നാൽ നമ്മൾ ആരായി മാറും? ശരിക്കും ഒരു സത്യാന്വേഷി. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യില്ല. ചെയ്യൂ? നമ്മുടെ വീട്ടിൽ പൂജാമുറി ഉണ്ടാക്കി സൗകര്യമായി ഭഗവാനെ നമ്മൾ അതിനകത്ത് അടയ്ക്കുവോ? അവിടെ വെച്ചൊന്നും നമ്മൾ പറയില്ല, പുറത്തിറങ്ങിയിട്ടല്ലേ ഭാര്യയെ ചീത്ത വിളിക്കുന്നതും ഭർത്താവുമായിട്ട് വഴക്കിടുന്നതും. അപ്പൊ നമ്മുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ മൂർത്തിയെ ഉപയോഗിക്കാതെ, ആ മൂർത്തി ചരാചര ദർശനത്തിലുള്ളവനാണ്, അല്ലെങ്കിൽ ചരാചരങ്ങളിൽ അടങ്ങിയിരിക്കുന്നവനാണ് എന്ന് നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ, ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ഉറുമ്പിന്റെ പാദത്തിലെ ചെറിയ ശബ്ദം പോലും ഉൾക്കൊള്ളുന്നവനാണ് എൻ്റെ ഭഗവാൻ എന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ, നമ്മൾ എന്തിനു പോകണ്ട? ഒരു കാര്യങ്ങൾക്കും പോകേണ്ട. നമ്മളുടെ കർമ്മങ്ങൾ ഫിൽട്ടറൈസ് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കും. ഈ സൂക്ഷ്മ സ്വരൂപത്തിന് കാണാൻ നമ്മൾ എന്തു വേണം? സ്വാഭാവികമായും നമ്മുടെ ഗുരു മഹാശയന്റെ അടുത്ത് വന്ന് നമ്മൾ എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് ചോദിക്കുമ്പോൾ, എന്താണ് നമ്മുടെ ലക്ഷ്യം? മോക്ഷമാണോ? കാണാത്തതിനെ കണ്ടറിയാനാണോ? എന്താണ് നമ്മുടെ ലക്ഷ്യം? ഒരേ ഒരു ലക്ഷ്യം. നമുക്കൊരേ ഒരു ലക്ഷ്യം. നമ്മുടെ ഗുരു പറയുന്നത് എന്താണോ അതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ജീവിക്കാൻ ശ്രമിക്കുക. ലക്ഷ്യങ്ങൾ നമ്മുടെ മുന്നിൽ തെളിയും. അത് മാത്രമേ നമ്മൾ ലക്ഷ്യമാക്കി വെക്കാവൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സൂക്ഷ്മ സ്വരൂപിയായ ഭഗവാനെ ദർശിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അതിന് ശ്രമിച്ചാൽ, പിന്നെ ഈ ബഹളങ്ങൾ കൊണ്ട് എന്തു നേടാൻ എന്നാണ് കബീർദാസ് ജി ചോദിക്കുന്നത്. ധർത്തി ആകാശ് ഗുഫ കെ അന്തർ പുരുഷൻ ഏക് വഹാം രഹ്ത ഹേ രേ ഭായ്. ഭൂമിക്കും ആകാശത്തിനും ഇടയിലുള്ള ഗുഹയിൽ ആ പരമചൈതന്യം നിലകൊള്ളുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം.
ഇനി ആ പരമമായ സത്യം കബീർദാസ്ജി പറയുന്നു, ആകാശത്തിനും അല്ലെങ്കിൽ ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള ഒരു ഗുഹയിലാണ് ആ പരമ ചൈതന്യം കുടികൊള്ളുന്നത്. അവിടെയാണ് നമുക്കതിനെ കാണാൻ കഴിയുന്നത്. ഇവിടെ ആകാശം നമ്മുടെ സൂക്ഷ്മ തലമാണ്, ഭൂമി സ്ഥൂലതലവും. എന്തുകൊണ്ടാണ് ആകാശം സൂക്ഷ്മതലമാകുന്നത്? ആരെങ്കിലും ഇതുവരെ ആകാശത്തെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ ആകാശം എന്ന് പറയും, ഇല്ലേ? നമ്മൾ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇനി ശ്രമിച്ചിട്ടുള്ളവരുടെ അവസ്ഥ എന്താണ്? അവിടെ ആകാശം കണ്ടു, നമ്മൾ ആകാശത്തിലേക്ക് പോയാൽ അവിടെ നിന്ന് നോക്കിയാലോ ആകാശം കുറെ കൂടെ മുകളിൽ. അങ്ങനെ നോക്കി നോക്കി നമ്മൾ എവിടെ ചെല്ലും? ഏതെങ്കിലും ആകാശത്തിൽ ചെല്ലാൻ പറ്റുമോ? അപ്പൊ ആകാശം എന്ന് പറയുന്നത് യാത്ര ചെയ്ത് ചെല്ലാൻ പറ്റുന്ന സ്ഥലമല്ല. അത് സൂക്ഷ്മമായ ഒരവസ്ഥയാണ്, ദർശനമാണ്. സ്ഥൂലമായതാണ് ഭൂമി. ഇതിനിടയ്ക്കാണ് എൻ്റെ ഭഗവാൻ വസിക്കുന്നത് എന്നാണ്. സൂക്ഷ്മവും സ്ഥൂലവുമായ തലങ്ങൾക്ക് ഇടയിൽ എൻ്റെ ഭഗവാൻ വസിക്കുന്നു. അങ്ങനെ വസിക്കുന്ന ഭഗവാന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താണ്? ഇത് രണ്ടും മനസ്സിലാക്കി നമ്മൾ ചെന്നാലും, സ്ഥൂലവും സൂക്ഷ്മവും മനസ്സിലാക്കി നമ്മൾ ചെന്നാലും, അദ്ദേഹത്തിന് ഒരു മറ കൂടി ഉണ്ട് എന്നാണ് ഗുഹ. ആ ഗുഹയിലാണ് അദ്ദേഹം ഇരിക്കുന്നത് എന്നാണ്. സൂക്ഷ്മവും സ്ഥൂലവുമായിരിക്കുന്ന തലങ്ങൾക്കും അതീതമായ, അല്ലെങ്കിൽ അതിനെയും പഠിച്ച് നമ്മൾ ചെല്ലുമ്പോഴും ഒരു മറ അവിടെ ഉണ്ട് ഭഗവാനെ കാണാൻ എന്നാണ്. അതെന്താണ്? സൂക്ഷ്മമായ തലവും സ്ഥൂലമായ തലവും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിലുള്ള മറ എന്താണ്? എന്താണ് ഭഗവാന് നമ്മളുടെ ഇടയ്ക്കുള്ള ആ ഭിത്തി എന്താണ്? നിഷ്കളങ്കത. ഇതെല്ലാം പഠിച്ചാലും, ഇതെല്ലാം കേട്ടാലും, ഇതെല്ലാം ചെയ്താലും നമ്മളിൽ നിഷ്കളങ്കത നിറഞ്ഞില്ലെങ്കിൽ ഭഗവാനെ നമുക്ക് കാണാൻ കഴിയില്ല. ആ നിഷ്കളങ്കത വരണമെങ്കിൽ എന്തിനെ കണ്ടാലും, ഏതു വസ്തുവിനെ കണ്ടാലും, വസ്തുത കണ്ടാലും ആ വസ്തുതയെ മാത്രം നമ്മൾ കാണണം. ആ വസ്തുതയോട് ചേർന്ന് നിൽക്കുന്ന മനസ്സിന്റെ കുറെ പ്രവർത്തനങ്ങളുണ്ട്. എന്താണ് മനസ്സിന്റെ പ്രവർത്തനങ്ങൾ? ഞാൻ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ജയിച്ചു, ഇത് വസ്തുത. ഞാനായതുകൊണ്ട് ജയിച്ചു, അങ്ങനല്ല നമ്മൾ പറയാറ്. ആ സ്കൂളിലായതുകൊണ്ട് ജയിച്ചു, ട്യൂഷന് പോയത് കൊണ്ട് ജയിച്ചു. ഇനി എന്തൊക്കെയാണ് നമ്മൾ അതിനകത്തിൽ കൂട്ടിച്ചേർക്കുന്നത്? ഒന്നിനു പിറകെ ഒന്നായി മാലപ്പടക്കം പോലെ 1000 കാര്യങ്ങൾ ആ വസ്തുതയോട് കൂടി നമ്മൾ കൂട്ടിച്ചേർക്കും. എന്നിട്ട് നമ്മൾ അതിൽ ഗവേഷണം ചെയ്യും, അല്ലേ? ഇവിടെ വസ്തുത പരീക്ഷ പാസ്സായി. ബാക്കിയെല്ലാം ആരാ ചെയ്തത്? മനസ്സാണ്. മനസ്സിന്റെ പ്രവർത്തികളാണ് നടന്നത്. മനസ്സ് ഒരിടത്തിരുന്നാണ് നമ്മൾ ഇതെല്ലാം കൽപ്പിച്ചു കൂട്ടിയത്. അപ്പൊ ആ മനസ്സിന്റെ പ്രവൃത്തിയെ നമ്മൾ കാണണം. ആ മനസ്സിന്റെ പ്രവൃത്തിയെ കാണുക എന്നുള്ളതാണ് ഗുരുജി നമ്മളോട് എപ്പോഴും ആണയിട്ട് പറയുന്ന നിരീക്ഷണം. വസ്തുതയിൽ മനസ്സിന്റെ പ്രവർത്തനം കണ്ടെത്തി അതിനെ ഫിൽട്ടർ ചെയ്ത് നമ്മൾ കാണണം എന്നാണ് നിരീക്ഷണം നമ്മളോട് പറയുന്നത്. അങ്ങനെ നിരീക്ഷണം ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. എങ്ങനെ? സത്യം എപ്പോഴും സ്വർണപാത്രത്തിൽ തന്നെയായിരിക്കും എന്ന ബോധ്യത്തോടു കൂടി.
സ്വർണ്ണപാത്രം കണ്ടാൽ ആദ്യം നമ്മൾ എന്താണ് കാണുന്നത്? അതിൻ്റെ സ്വർണ്ണമയമല്ലേ കാണും. അതിലേ നമ്മൾ ശ്രദ്ധിക്കൂ. അകത്തെന്തുണ്ടെന്ന് നമ്മൾ നോക്കാറുണ്ടോ? ഇല്ല. ആ സ്വർണത്തിലുള്ള നമ്മുടെ ആഗ്രഹം, ആ സ്വർണത്തോടുള്ള മോഹം, ഇതെല്ലാം കളഞ്ഞെങ്കിൽ മാത്രമേ അകത്തിരിക്കുന്ന ഈശ്വരനെ, അകത്തിരിക്കുന്ന സത്യത്തെ കാണുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള ആ സത്യത്തെ എൻ്റെ ഉള്ളിലും നിന്റെ ഉള്ളിലും മറ്റുള്ളവരുടെ ഉള്ളിലും വസിക്കുന്നത് ആ ഈശ്വരനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ നിരീക്ഷണം ചെയ്തു വരുമ്പോഴാണ് ഈ തിരിച്ചറിയലുകൾ നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, നിരീക്ഷണം ഒരു പ്രക്രിയയല്ല, അതൊരു കർമ്മമല്ല, അത് വെറുമൊരു നോക്കിക്കാണൽ മാത്രമാണ്. എന്താണ് വസ്തുത എന്നതിനെ നോക്കിക്കാണുന്നത് മാത്രമാണ് നിരീക്ഷണം. അങ്ങനെ നോക്കിക്കാണാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, ആ വസ്തുത മാത്രം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുമ്പോൾ, നമ്മളിലെ നിരീക്ഷകനോ നിരീക്ഷണമോ നിരീക്ഷണ വസ്തുവോ ഇത് മൂന്നും പ്രബലമല്ലാതെയാകും. പിന്നോ എന്താണോ വസ്തുത അതിനെ മാത്രം നമ്മൾ കാണും. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിരീക്ഷണത്തിന്റെ പ്രാധാന്യം ഗുരു നമ്മളെ ഓരോ നിമിഷത്തിലും പറഞ്ഞു ഫലിപ്പിക്കുകയാണ്. ഒരു പ്ലെയിനിൽ കുറെ ആൾക്കാർ യാത്ര ചെയ്യാണ്. അവിടെ ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ തൊട്ടടുത്ത് ഒരു കൊച്ചു പയ്യനും ഇരിപ്പുണ്ട്, 10-12 വയസ്സുള്ളത്. അതതിൻ്റെ ഗമനം ഇങ്ങനെ തുടരുമ്പോൾ, ഭൂമിയിൽ മാത്രമല്ലോ എയറിൽ ഗട്ടറുണ്ട്. ഈ പ്ലെയിന് ഒരു ഗട്ടറിലേക്ക്, ആകാശ ഗട്ടറിലേക്ക് പ്രവേശിച്ചു. അപ്പം നന്നായി കുലുങ്ങി വിമാനം. അവിടെ കുലുക്കമില്ലായിരുന്നു, ഒരാളെ ഉള്ളായിരുന്നു, അത് ഈ പയ്യനായിരുന്നു. കാരണം അവൻ്റെ കയ്യിൽ ഹാരി പോട്ടറുടെ ഒരു നല്ല പുസ്തകം ഉണ്ടായിരുന്നു. ഇതവൻ നന്നായി ഇൻവോൾവായി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ അനൗൺസ്മെന്റ് വന്നു, മാലാഖമാർ വന്ന് അനൗൺസ് ചെയ്തു. എന്താണ്? ഇത് ആകാശ ഗട്ടർ അല്ല, പ്ലെയിൻ എമർജൻസി ലാൻഡിങ്ങിലേക്ക് പോവുകയാണ്. ഇപ്പൊ എമർജൻസി ലാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രണ്ടിലൊന്ന് തീരുമാനിക്കും. അതാണ് എമർജൻസി ലാൻഡിങ്. എല്ലാവരും ആകെ ബഹളം വെച്ചു. ചിലർക്ക് ഫാമിലി പ്രശ്നം, ചിലർക്ക് തങ്ങളുടെ ബിസിനസ് പ്രശ്നം. ഈ പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നത് കണ്ടാൽ നമുക്ക് തോന്നുന്നു ഇവരുടെ കാലശേഷം പിന്നെ ഈ ബിസിനസ്സേ നടക്കത്തില്ല, ഇവർക്ക് ശേഷം ഈ ഫാമിലി ജീവിക്കത്തില്ല എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഈ ചെറുക്കൻ മാത്രം ഒരു പ്രശ്നവുമില്ല, അവനിങ്ങനെ വായിച്ചങ്ങനെ രസിക്കുകയാണ്. എന്തായാലും ഭാഗ്യത്തിന് നന്നായി പ്ലെയിൻ ലാൻഡ് ചെയ്തു, രക്ഷപ്പെട്ടു. അപ്പൊ ഈ സ്ത്രീക്ക് ഒരു സംശയം. ഈ നാടകം എല്ലാം കളിച്ച ആളാണല്ലോ ഈ സ്ത്രീ. ആ സ്ത്രീ ഈ പയ്യനോട് ചോദിച്ചു, ഇവിടെ നീ എന്താ ഒന്നും അനങ്ങാതിരുന്നത്, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? അപ്പൊ അവൻ ഒരു ആൻസർ പറഞ്ഞു, ഈ പ്ലെയിനിന്റെ പൈലറ്റ് എൻ്റെ അച്ഛനാണ്. അച്ഛൻ എന്നെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യിക്കുമെന്ന് എനിക്കറിയാം. വിശ്വാസം അല്ലേ? അവന്റെ വിശ്വാസം അവനെ രക്ഷിച്ചു, പ്ലെയിൻ ലാൻഡ് ചെയ്തു. തിരിച്ച് സാധകരോടൊരു ചോദ്യമുണ്ട്, ഈ വിശ്വാസം രക്ഷിച്ചില്ലായിരുന്നെങ്കിലോ? അങ്ങനെ ഒരു ചോദ്യം ഇതിലില്ലേ? ലാൻഡിങ്ങിൽ രണ്ടാമത്തെ അവസ്ഥയുണ്ട്, കത്തി ചാമ്പലായി തീരുന്ന അവസ്ഥ ഇല്ലേ? അങ്ങനെയാണെങ്കിലോ വിശ്വാസത്തോടെ പോയി അവനും മരിക്കണ്ടേ? വേണ്ടേ? ഈ ബഹളം വെച്ചവരും മരിക്കണ്ടേ? ഈ കിടന്ന് ബഹളം വെച്ച് അലറി വിളിച്ചവരും മരിക്കണം. എന്താണ് വ്യത്യാസം? എന്താണ് അതിൽ വരുന്ന വ്യത്യാസം? എന്താണ്? ഈ കുട്ടി അചഞ്ചലനായ വിശ്വാസം ഉണ്ടായിരുന്നു. ഇവന്റെ അച്ഛനാണ് ഡ്രൈവ് ചെയ്യുന്നത്, അതുകൊണ്ട് തീർച്ചയായിട്ടും തന്നെ താഴെ ഇറക്കും. അത് വിശ്വാസത്തിന്റെ മഹത്വം. ആ വിശ്വാസം ഹനിക്കപ്പെട്ടിരുന്നെങ്കിലോ പയ്യൻ സമാധാനത്തോടെ മരിച്ചേനെ, ബാക്കിയുള്ളവർ സമാധാനം കെട്ടു മരിച്ചേനെ. ഇത്രേ സംഭവം അല്ലേ?
പയ്യൻ സമാധാനത്തോടെ മരിച്ചേനെ, ബാക്കിയുള്ളവരെല്ലാം സമാധാനം കെട്ടും മരിച്ചേനെ. എന്തുകൊണ്ട്? ഈ ബഹളം വെച്ചവരൊന്നും വസ്തുത മനസ്സിലാക്കിയില്ല. ഈ പ്ലെയിൻ ലാൻഡ് ചെയ്താൽ ക്രാഷ് ആവാനുള്ള സാധ്യതയുണ്ട്, രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്, ഇനി നമ്മുടെ മുന്നിൽ നിമിഷങ്ങളെ ബാക്കിയുള്ളൂ എന്നവർ ചിന്തിച്ചില്ല. ഇല്ലേ? അവർ എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ അതിലൂടെ പോയി, അല്ലെ? എന്നാൽ മനസ്സിന്റെ ആ ചഞ്ചലതയെ എനിക്ക് ശേഷം ആര്, എൻ്റെ സാമ്രാജ്യം ആര് കൊണ്ടുപോകും, എൻ്റെ മക്കൾക്കാരുണ്ട്, ഈ ചിന്തകളെല്ലാം മനസ്സിന്റെ പ്രവർത്തനങ്ങളാണ്, ആ വസ്തുയോട് ചേർന്നുള്ള പ്രവർത്തനങ്ങളാണ്. അതെല്ലാം ആ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ അവൻ കണ്ടിരുന്നെങ്കിലോ, ഇതെല്ലാം എൻ്റെ മനസ്സിന്റെ പ്രവർത്തനങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ബഹളം ഉണ്ടാക്കുന്നത് എന്ന് ഈ പ്ലെയിനിൽ ഇരിക്കുന്നവർ മനസ്സിലാക്കിയിരുന്നെങ്കിലോ അവർക്കും സുഖമായി മരിക്കാമായിരുന്നു. ഇതാണ് നിരീക്ഷണം. ഇതാണ് നിരീക്ഷണം. ഒരു വസ്തുതയെ നിരീക്ഷണം ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ ആ വസ്തുത തിരിച്ചു വരുമെന്നുള്ളതല്ല, മറിച്ച് ആ വസ്തുത എന്താണോ അതിനെ അറിഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും നമുക്ക് ജീവിക്കാൻ കഴിയും. നമ്മളിൽ അചഞ്ചലത ഉടലെടുക്കും. അനാവശ്യമായ മനസ്സിന്റെ പ്രവർത്തനങ്ങളിലൂടെ, നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നം, ആ പ്രശ്നത്തിന്റെ പുറമെ പോയി പ്രശ്നം ഉണ്ടാക്കാതെ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ വേർതിരിച്ചറിഞ്ഞ് അതിനെ നോക്കിക്കാണാൻ നമ്മൾ തയ്യാറായാൽ നമ്മളുടെ നിരീക്ഷണം പൂർണ്ണമാകും. നിരീക്ഷണം പൂർണ്ണമായാൽ നമ്മുടെ യാത്ര അതൊരു ജന്മത്തിൽ നിന്ന് മറ്റൊരു ജന്മത്തിലേക്കായാലും അല്ലെങ്കിൽ ഈ ജന്മത്തിലായാലും, പ്ലെയിൻ ക്രാഷ് ആയതുകൊണ്ടാണ് രണ്ടിലും തീരുമാനിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഡെയിലി, ദൈനംദിനം. ഈ പ്രശ്നങ്ങളോടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പ്ലെയിനിലെ യാത്രക്കാർ കാണിച്ച ആകാംക്ഷയും പ്രകടനങ്ങളുമല്ലേ നമ്മൾ കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകണമെങ്കിൽ ആ നിരീക്ഷണത്തെ, ഓരോ വസ്തുത സംഭവിക്കുമ്പോഴും ഓരോ സംഭവം നടക്കുമ്പോഴും ആ സംഭവത്തിൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി മനസ്സിൻ്റെ പിറകെ പോകാതെ നമ്മളതിനെ നോക്കിക്കണ്ടാൽ നമ്മുടെ ജീവിതം ഓരോ വൈതരണികളെയും കടന്നു പോകാൻ നമുക്ക് കഴിയും. തീർച്ചയായിട്ടും അങ്ങനെ കഴിയണം നമുക്ക്. അതാണ് ഒരു സാധക ജന്മത്തിൽ നമുക്ക് കിട്ടാവുന്ന അനുഗ്രഹം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ സാധകർക്ക് മാത്രമല്ല, സാധകർ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിപ്പോയി അല്ലെ, സാധകരല്ല, എല്ലാ മനുഷ്യജന്മങ്ങൾക്കും ഈ ഒരു വസ്തുത മനസ്സിലാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തൊക്കെയായാലും ആ വസ്തുതയെ മാത്രം നമ്മൾ നോക്കിക്കാണുകയും അതിലൂടെ മനസ്സിൻ്റെ പ്രതിപ്രവർത്തനങ്ങളെയെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ള നിമിഷം കൂടി ഇല്ലാതാക്കുന്ന വലിയ വിഡ്ഢിത്തം കാണിക്കാതിരിക്കട്ടെ. എല്ലാവർക്കും ആ നിരീക്ഷണത്തിനുള്ള ഒരനുഭവം, ആ നിരീക്ഷണത്തിനുള്ള ഒരു സാഹചര്യം, ആ നിരീക്ഷണം ചെയ്യാനുള്ള ഭാഗ്യം നമ്മുടെ ഗുരുവായി നമുക്ക് ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓർത്തിരിക്കുക, ബഹളങ്ങളല്ല, അന്വേഷണമാണ് യാത്ര. ആ യാത്രയിൽ, ആ അന്വേഷണത്തിൽ നമ്മൾ നമ്മളെ മാത്രം വസ്തുതാപരമായി പഠിച്ച് മനസ്സിൻ്റെ വൈകൃതങ്ങളെയെല്ലാം സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് മാറ്റിവെച്ചാൽ ഈ ജീവിത വളരെ ശോഭനമായി നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും. എങ്ങനെയാണോ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞത്, തൈരായി വെള്ളത്തിലിട്ടാലുള്ള അവസ്ഥയല്ല ഒരു സാധകൻ്റേത്, മറിച്ച് അതിനെ കടഞ്ഞ് വെണ്ണയാക്കി വെള്ളത്തിലിട്ടാൽ ആ വെണ്ണ എന്നും അതിൻ്റെ അസ്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ സാഗരത്തിൽ കഴിയാൻ കഴിയും എന്നത് ഓർമ്മ വയ്ക്കുക. തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ നമ്മുടേത് മാത്രമാണ്. ആ പ്രശ്നങ്ങളുടെ സൊല്യൂഷനും നമ്മളാണ്. അതിന് അനുഭവസ്ഥരുടെ പാദം പണിയാൻ നമ്മൾ തയ്യാറാകണമെന്ന് മാത്രം ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിരീക്ഷണത്തിൻ്റെ പ്രാധാന്യം എല്ലാവരും അറിയാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.